മാപ്പിന് പിന്നാലെ മിസൈൽ. സ്വാഗതം Profit24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ഇസ്രായേലിൻ്റെയും യുഎസിൻ്റെയും ആക്രമണങ്ങൾക്ക് മറുപടിയായി സൗദി അറേബ്യയും UAEയും അടക്കമുള്ള അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിന് മാപ്പ് പറഞ്ഞ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടില്ലെങ്കിൽ ഇനി ഈ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് പെസഷ്കിയാൻ പറഞ്ഞു. ഇറാൻ ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്ന ട്രംപിൻ്റെ ആഗ്രഹം അദ്ദേഹം തൻ്റെ കല്ലറയിലേക്ക് ഒപ്പം കൊണ്ടുപോകേണ്ടി വരുമെന്നും പെസഷ്കിയാൻ പറഞ്ഞു. ആക്രമിക്കില്ലെന്ന ഇറാന്റെ വാഗ്ദാനത്തിനിടെയും ബഹ്റൈൻ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായി. യുഎസിന് നിരന്തര ആക്രമണങ്ങളാണ് അയൽ രാജ്യങ്ങളോട് മാപ്പപേക്ഷിക്കാൻ പെസഷ്കിയാനെ പ്രേരിപ്പിച്ചതെന്ന് പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചു. എണ്ണ വാങ്ങാൻ ഒരു രാജ്യത്തിൻ്റെയും അനുവാദം വേണ്ടെന്ന് ഇന്ത്യ. എണ്ണ ലഭ്യമായിടത്തു നിന്നെല്ലാം ഇന്ത്യ എണ്ണ വാങ്ങുമെന്നും റഷ്യൻ എണ്ണ വാങ്ങാൻ ആരുടെയും അനുവാദം ഇന്ത്യക്ക് വേണ്ടെന്നും കേന്ദ്ര സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന 27 പകരം 40 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 30 ദിവസത്തേക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അനുമതി നൽകിയെന്ന US അവകാശവാദത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. അതേസമയം ഈ അവകാശവാദത്തിൽ വിശദീകരണമായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് രംഗത്തെത്തി. ഇന്ത്യ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നും റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അത് അനുസരിച്ചെന്നും ബെസന്റ് പറഞ്ഞു. ഇതിനു പകരം US എണ്ണ വാങ്ങാനാണ് ഇന്ത്യ തീരുമാനിച്ചിരുന്നത്. താൽക്കാലികമായ ഒരു എണ്ണ പ്രതിസന്ധി വന്ന സാഹചര്യത്തിലാണ് റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അനുമതി നൽകിയതെന്നും ബെസന്റ് പറഞ്ഞു. ഇന്ത്യയുടെ ഉയർച്ച തീരുമാനിക്കുന്നത് ഇന്ത്യ മാത്രമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. മറ്റുള്ളവർ പിഴകളിൽ നിന്നല്ല, ഇന്ത്യയുടെ കരുത്തിൽ നിന്നാവും രാജ്യം ഉയരുകയെന്നും റായ്സീന ഡയലോഗിൽ സംസാരിക്കവേ ജയശങ്കർ വ്യക്തമാക്കി. ചൈനയെ ഒരു സാമ്പത്തിക എതിരാളിയായി ഉയർന്നു വരാൻ അനുവദിച്ച പിഴവ് ഇന്ത്യയുടെ കാര്യത്തിൽ US ചെയ്യില്ലെന്ന ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. ഒരാഴ്ചത്തെ വീഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ മുന്നേറ്റം. കേരളത്തിൽ സ്വർണം പവന് 1840 രൂപ വർദ്ധിച്ച് 1,20,000 രൂപയിലെത്തി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണം ഔൺസിന് 2% വില വർദ്ധിച്ച് $5,776 അന്താരാഷ്ട്ര വില കുറഞ്ഞതിനൊപ്പം ഡോളറിന്റെ വിനിമയ മൂല്യത്തിലെ കുറവും സ്വർണ്ണവില ഉയരാൻ ഇടയാക്കി. സംസ്ഥാനത്ത് പാചകവാത സിലിണ്ടറിന് ക്ഷാമം അനുഭവപ്പെടുന്നെന്ന് പരാതി. ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള സിലിണ്ടറുകൾക്ക് നിയന്ത്രണമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുമ്പോഴും പുതിയ ഗ്യാസ് സിലിണ്ടറുകളുടെ ബുക്കിങ്ങിന് ഏജൻസികൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് ഏതാനും ദിവസം മുൻപ് തന്നെ നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നു. സിലിണ്ടർ നിയന്ത്രണം തുടർന്നാൽ ഹോട്ടൽ, കാറ്ററിംഗ് ബിസിനസ്സുകൾ അടച്ചിടേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. SCMS കൊച്ചിനിൽ 450 kVA സോളാർ പവർ ജനറേഷൻ യൂണിറ്റ് വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. SCMS എക്സിക്യൂട്ടീവ് ട്രസ്റ്റിയും മാനേജിംഗ് ഡയറക്ടറുമായ പ്രമോദ് തേവന്നൂർ, വൈസ് ചെയർമാൻ ഡോക്ടർ രാധ തേവന്നൂർ, രജിസ്ട്രാറും ഗ്രൂപ്പ് ഡയറക്ടറുമായ ഡോക്ടർ ഇന്ദു നായർ, ഗ്രൂപ്പ് ഡയറക്ടർമാരായ ഡോക്ടർ ബൈജു രാധാകൃഷ്ണൻ, പ്രദീപ് നായർ, ഡോക്ടർ പ്രവീണ K തുടങ്ങിയവർ സംബന്ധിച്ചു.